സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരുക്കി തന്ന ഈ പട്ടണത്തിൽ ഒരുക്കി തന്ന ദൈവത്തിൻ്റെ കരുതൽ ഓർത്ത് ആദ്യമായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. മുഴുവൻ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അധ്യക്ഷയായിരുന്നതായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസി പ്രിയ ജോളി ആൻറ്റി, കർത്താവിൻ്റെ ദാസി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പട്ടണത്തിൽ വരുമ്പോഴൊക്കെയും ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി തന്നു. സ്തോത്രം. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത് സ്തോത്രം ഇങ്ങനെയൊരു മീറ്റിംഗ് സ്തോത്രം ഈ പട്ടണത്തിനകത്ത് സഹോദരിമാർ സഭാ സംഘടനാ വ്യത്യാസം കൂടാതെ സന്തോഷത്തോടൊന്ന് ദൈവത്തെ സ്തുതിച്ചു. ഹൂസ്റ്റൺ വുമൻസ് പ്രെയർ ഫെലോഷിപ്പ് അല്ലേ? സ്തോത്ര. ഹല്ലേലൂയ. ഈ ഇമ്മാനുവേൽ ചർച്ചിനകത്ത് വെച്ച് നടത്തുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന ഭാഗ്യമേറിയ പദവി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്ര. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന സജി പാസ്റ്റർ കുടുംബം, ആയതുപോലെ തന്നെ സ്തോത്രം ഞാനിപ്പോൾ പാർക്കുന്ന പ്രിയ ഐസക് പാസ്റ്ററിലെ പ്രിയ എസ് ആൻറ്റി കുടുംബം, എസ് എം ആൻറ്റി കുടുംബം, ആയതുപോലെ തന്നെ സ്തോത്രം തങ്കമ്മ ആൻറ്റി. അതുപോലെ എനിക്ക് തോന്നുന്നു ഏജിയുടെ കോൺഫറൻസിന് 2018 ഞാൻ റോച്ചസ്റ്ററിൽ വരുമ്പോഴാണ് ഞാൻ അന്നമ്മ ആൻറ്റിയെ പരിചയപ്പെടുന്നത്. ഒരു ഗാനരചയിതാവാണ്. സ്തോത്രങ്ങളിലെ പാട്ടൊക്കെ എഴുതുവാനും സ്തോത്രങ്ങളിലെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയൊക്കെ അവിടെ വെച്ച് ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കുവാൻ ഒക്കെ ദൈവം അവസരങ്ങളെ ഒരുക്കി തന്നു. അതുപോലെ തന്നെ എൻ്റെ സ്നേഹിതയായ സ്തോത്രം മോനെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കൃപയാൽ അവരോടൊപ്പമാണ് ഞാൻ നാട്ടിൽ നിന്ന് കടന്നു വരുവാനിടയായി തീർന്നതുപോലെ തന്നെ പ്രിയ പൈതലിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ഒരു വലിയ ദൈവം. സ്തോത്രം. മോളെ എനിക്ക് വലിയ പരിചയമില്ലെങ്കിലും മോളുടെ സഹോദരിയെ സ്തോത്രം ഹല്ലേലൂയ ആശാരി ഉപദേശിയുടെ മകൻ്റെ ഭാര്യ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളോട് പോയിരുന്നു. അതുപോലെ ശോശാമ്മി ആൻറ്റി എൻ്റെ അടുത്ത സ്നേഹിതയാണ്. എൻ്റെ വീട്ടിൽ വന്ന് പാർക്കാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കർത്ത ശുശ്രൂഷയിൽ പണ്ടൊക്കെ നോട്ടീസ് അടിക്കുമ്പോൾ ശോശാമ്മ പാടുന്നു, ആശാരി പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു വലിയ കാലഘട്ടം ഉണ്ടായിരുന്നു. കൃപയാൽ സ്തോത്രം അവിടെയും പോവാൻ ആ പ്രിയ ആൻറ്റിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. സ്തോത്രം. കടന്നു വന്ന എല്ലാ സഹോദരിമാരും, എല്ലാ പ്രിയപ്പെട്ട എനിക്ക് മുമ്പേ സാക്ഷ്യം പറഞ്ഞതായ പ്രിയപ്പെട്ടവര്, പ്രിയ സഹോദരിമാരെ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടൊരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗമാണ്. 11-ാമത് അധ്യായം 23 മുതൽ സ്തോത്രം അതിൻ്റെ 29 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു നിന്ന് സഹായിക്കണമേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദർശ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തലിയും ആചരിച്ചു. വിശ്വാസത്താൽ അവൻ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാണ്. എല്ലാ അതിരങ്ങളും തുറന്നു പ്രാർത്ഥിച്ചിട്ട് ഒരു നിമിഷം. തേജോമയനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്താൽ 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 ഇന്ന് പകൽ നാം കേട്ടു. വിശ്വാസത്താൽ അത്ഭുത സൗഖ്യം. വിശ്വാസത്താൽ ഹല്ലേലൂയ. ഈ പകൽക്കാലം കൂടി വന്ന് നാം ഒരുമിച്ച് വിശ്വാസത്താൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട് ചിലത് നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് സംഭവിക്കാൻ പോകും. വിശ്വാസത്താൽ നമ്മുടെ തലമുറകളെ ചിലത് സംഭവിക്കാൻ പോകും. വിശ്വാസത്താൽ നമ്മുടെ സഭയ്ക്കകത്ത് ചിലത് സംഭവിക്കാൻ പോവുകയാണ്. വിശ്വാസത്താൽ നമ്മുടെ ദേശം, നമ്മുടെ ഹൂസ്റ്റൺ പട്ടണത്തിനകത്ത് മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നുള്ള വചനപ്രകാരം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന വചനപ്രകാരം ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യാൻ പകൽക്കാലം വിശ്വാസത്താൽ ചിലതിനകത്ത് സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്താൽ 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 യോഗ്യം ഇത് ജയിച്ചതുപോലെ തന്റെ തലമുറകളുടെ മേൽ ജയം വന്നതുപോലെ
ഞങ്ങൾ ചില വിഷയങ്ങളെ മേൽ വിശ്വാസത്താൽ ക്ഷേമപ്പെടുക. എല്ലാത്തിലും ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുക. വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് നൽകുക. മഹത്വം ഇതിനകത്ത് വെളിപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ ചില വിഷയത്തിന് പ്രാർത്ഥന മതി. ചില വിഷയത്തിന് പ്രാർത്ഥന മാത്രം പോരാ, ഉപവാസം കൂടെ വേണം. കർത്താവിന്റെ ഉപവാസത്താലും പറഞ്ഞേട്ടെ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ചില വിഷയത്തിന് പ്രാർത്ഥന മാത്രം പോരാ, ഉപവാസം മാത്രം പോരാ. ദുഷ്ടൻ തൊടുത്തു വിടുന്ന വിഷയമ്പുകളെ തടയണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. വിശ്വാസം വേണം. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുന്ന പറഞ്ഞേ വിശ്വാസം എന്ന പരിച. സ്തോത്രം. അതെടുക്കാൻ ആ സഹോദരിമാരെ ഊസ്റ്റൻ പട്ടണത്തിനകത്ത് ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ശത്രു തൊടുത്തു വിടുന്ന ചില വിഷയമ്പുകളെ കത്തിച്ചു കളയാൻ ഈ കാലഘട്ടത്തിൽ സഹോദരിമാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ പകൽക്കാലം അഭിഷേകത്തിലൂടെ നമ്മൾ ഒരു വാക്ക് കേട്ടു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാന്ന് ഫറവോന്റെ ശക്തിയോടെ മോശ മുഖാന്തരം സ്വർഗ്ഗം അരുളപ്പാടുകളെ അറിയിക്കുമ്പോൾ വേണ്ട, പോകണ്ട, ഇവിടെ നിന്നാ മതിയെന്ന്. ഇവിടെ നിന്ന് നിങ്ങളങ്ങ് അങ്ങനെയൊക്കെ നമ്മൾ ആരാധിച്ചിരുന്ന എവിടെയായേ? ഓർത്തഡോക്സ്, മാർത്തോമ, യാക്കോബ, കാത്തലിക്, ഹൈന്ദവ, മുസ്ലിം സമുദായത്തിൽ നിന്നൊക്കെ കർത്താവ് വിളിച്ചത് വേർതിരിച്ചു. നമ്മൾ വേർപാട് അനുഷ്ഠിക്കുന്നവരാണ്. വേർപെട്ട ദൈവസഭയാണ്. ബിലിയാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതാ തനിച്ചു പാർക്കുന്ന ജനം. അടുത്തത് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാം. നമ്മുടെ പാട്ടിന് പ്രത്യേകതയുണ്ട്. വർഷിപ്പിൽ ലീഡ് ചെയ്ത സഹോദരിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സിസ്റ്ററൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്റേഴ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരൻ ഹല്ലേലൂയ. സിസ്റ്റർ സഹോദരിമാരെ ഒക്കെ എല്ലാവരും ഒരു ആത്മീയമായി ശക്തമായ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാ. നാട്ടിലും വലിയൊരു ആത്മീയ ബന്ധം പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് എനിക്കുണ്ട്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കണമേ. സ്തോത്രം. എന്നെ ആരാധിപ്പാൻ പറഞ്ഞേ എന്റെ ജനത്തെ വിട്ടയക്കണം. അപ്പൊ ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്യുക? സ്തോത്രം. ഹല്ലേലൂയ. ബന്ധനത്തിനകത്ത് കിടന്നാൽ, ഫറവോന്റെ അടിമത്തത്തിൽ കിടന്നാൽ ആരാധന വെളിപ്പെടത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. അടിമനുഖത്തിൻ കീഴിൽ കിടന്നാൽ ആരാധന വെളിപ്പെടത്തില്ല. പാട്ടുണ്ടെങ്കിലും പാടാൻ പറ്റത്തില്ലെന്നേ, തപ്പുണ്ടെങ്കിലും കൊട്ടാൻ പറ്റത്തില്ല. അക്കരെ നിന്നപ്പോഴല്ലേ കൊട്ടിയത്? സ്തോത്രം. പ്രവചനം ഉണ്ടെങ്കിലും പറയാൻ പറ്റത്തില്ല. അത്താൽ അടിമനുഖത്തിന്റെ കീഴിൽ കിടന്നാൽ ആരാധന വെളിപ്പെടത്തില്ല. അതുകൊണ്ട് സ്വർഗം വിളിച്ചു പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. സ്തോത്രം. ഫറവോന്റെ ശക്തി അതിനെ തടഞ്ഞു വെക്കാൻ നോക്കി. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ഒരു കുളമ്പടി പോലും മിസ്രയീമിൽ ശേഷിക്കേണ്ട, സകലരും ഇറങ്ങിയേ പറ്റൂ. സ്തോത്രം. ഇന്ന് പകൽക്കാലം വീണ്ടെടുപ്പിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയാം, മഹത്വം തിരിച്ചറിഞ്ഞവരാ ഇതിനകത്തിരിക്കുന്നത്. വിടുതൽ അനുഭവിച്ചറിഞ്ഞവരാ, മറ്റാരും പറഞ്ഞറിഞ്ഞവരല്ല, ശരീരത്തിൽ അനുഭവിച്ചവർ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവ ശബ്ദമായി ഉപയോഗിക്കപ്പെടേണ്ട അഭിഷിക്തമാരെ, ദൈവദാസിദാസന്മാരോട് ഞാൻ വിളിച്ചു പറയാം, തൊണ്ടക്കുടി ശബ്ദമുള്ളപ്പോൾ ആദരം കൊണ്ട് ഇരിക്കരുത്. കരങ്ങൾക്ക് ബലമുള്ളപ്പോൾ കരം അടിക്കാതിരിക്കരുത്. കാലുകൾക്ക് ബലമുള്ളപ്പോൾ ഒറ്റ യോഗം മുടക്കരുത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തിയെ തികച്ചെടുക്കുക. ഓരോ ദിവസവും ദൈവം തരുമ്പോഴും ഹല്ലേലൂയ ആരാധിച്ചോണം ദൈവത്തെ. പറഞ്ഞു, മരണം വരെ എനിക്ക് ആരാധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യാശയുള്ള എന്താണെന്നറിയാം, ഇവിടെ ആബ്സെന്റ് ആയാൽ തൽക്ഷണം അവിടെ പ്രസന്റ് ആകും. ഇതാ ക്രിസ്തു പ്രത്യാശ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ലഭിച്ച ആരും വളർത്തുമെന്നൊന്നും പറഞ്ഞിരിക്കല്ലേ. ഒരു സംഘടനയും വളർത്തത്തില്ല. സോറി, ഒരു വ്യക്തികളും എന്ത് ചെയ്യത്തില്ല. സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഒരു പ്രസ്ഥാനവും വളർത്തത്തില്ല, ഒരു നേതാക്കന്മാരും വളർത്തത്തില്ല. അല്ലെ, വളരെ മാറാക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. യോസഫിനെ കുറിച്ച് പറയുന്നു, യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. അത് മതിലിന്റെ മേൽ പടർന്നെന്ന്. ഒരു മതിൽ ഇങ്ങനെ നിന്നാൽ വൃക്ഷത്തിന് വികസിക്കാൻ പറ്റത്തില്ല. വേലി കെട്ടുമ്പോൾ നമുക്കറിയാം
അതിന്റെ ഒരു മരം നിന്നോ നമ്മൾ അതിനെ മുറിച്ചു മാറ്റും, അല്ലെങ്കിൽ അത് വിട്ട് മതിൽ കെട്ടും. ഇവിടെ എഴുതിയിരിക്കുന്ന യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ്, അത് മതിലിന്റെ മേൽ പടർന്നു. ഭയങ്കര സന്തോഷം വായിക്കുന്നു. മതിൽ ഞെരുക്കിയാലും ഞെരുങ്ങാത്ത ദർശനമുള്ള, വളമിട്ട് കൊടുക്കാൻ ആരുമില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആരുമില്ല, തടമെടുത്ത് കൊടുക്കാൻ ആരുമില്ല, പടർത്തി വിടുവാൻ ആരുമില്ലെങ്കിലും വാഗ്ദത്തമുള്ളവൻ വളരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദർശനമുള്ളവൻ വളരും. ഏത് പ്രതികൂലം ഞെരുക്കാൻ നോക്കുന്ന മതിലിന്റെ മേലവൻ പടരുമെന്ന്. നിന്റെ പകൽക്കാലം ഏത് ശക്തി നിന്നെ ഞെരുക്കാൻ നോക്കിയാലും, നിന്റെ ശുശ്രൂഷക്കെതിരെ, നിന്റെ ആരാധനക്കെതിരെ, നിന്റെ ഉപവാസത്തിനെതിരെ, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ, നിന്റെ ആത്മീയ കൃപകൾക്കെതിരെ, നിന്റെ നന്മകൾക്കെതിരെ, ഉയർച്ചക്കെതിരെ, അനുഗ്രഹത്തിനെതിരെ, തലമുറകൾക്കെതിരെ, വാഗ്ദത്തങ്ങൾക്കെതിരെ ഏതെല്ലാം മണ്ഡലങ്ങൾ ഉയർന്നു നിന്നാലും ആത്മാഭിഷേകത്തിന്റെ പൂർണ്ണതയെ അകത്ത് പ്രാപിച്ച ദൈവജനമേ, ആരും നിന്നെ വളർത്തണ്ട. സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നു, ഏത് മതിലുകൾ അതിനെതിരെ നിന്നാലും ആ മതിലിന്റെ മേലിൽ വളരുമെന്ന്. ഞങ്ങളെ ആരും വളർത്തിയതല്ല. സ്തോത്രം. ശബ്ദങ്ങൾ തളർത്തിയിട്ടുണ്ട്, വാക്കുകൾ തളർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ, ദർശനമകത്തുണ്ടെങ്കിൽ, സ്തോത്രം. സഹോദരിമാരാണ് നമുക്കൊരു പ്രത്യേകതയാണ്, എന്തെങ്കിലും കേട്ടാ സ്തോത്രം വാടിപ്പോകുന്നവരാണ് നമ്മൾ. ഒരു വാക്കിന്റെ മുമ്പിൽ വാടല്ല. സ്തോത്രം. ഒരു വാക്കിന്റെ മുമ്പിൽ വാടിയിരുന്നെങ്കിൽ ഇതിനകത്ത് ഭക്തന്മാരാരും ജയിക്കത്തില്ലായിരുന്നു. ജയിക്കുമോ? അവര് തളർന്നു പോയിരുന്നെങ്കിൽ, ആലയത്തിൽ വന്ന ഹന്നയ്ക്കെതിരെ നിന്റെ വീഞ്ഞിറങ്ങട്ടെന്ന് പറഞ്ഞ വാക്കിന്റെ മുമ്പിൽ സഭയ്ക്കകത്തുനിന്ന് ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഒരു ശമൂവേൽ ജനിക്കത്തില്ലായിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഒരു പ്രവാചകം പുറത്തു വരത്തില്ലായിരുന്നു. അപ്പൊ നിന്നിലൂടെ ഒരു പ്രവാചകം പുറത്തു വരാനാ. സ്വന്തം വിരച്ചൂണ്ടി വിധി എഴുതിയതിന്റെ നടുവിലും പരിശുദ്ധാത്മാവിനൊക്കെ തുണ നിന്നാൽ, വിരച്ചൂണ്ടി വിധി എഴുതുന്നതിന്റെ നടുവിലും അല്ലെ ആക്ഷേപിച്ചവനെ കൊണ്ട് ദർശനം ആലോചന പറയിപ്പിച്ച ഒരു ദൈവമുണ്ട്. വീണ്ടിറങ്ങട്ടെ എന്ന് പറഞ്ഞവൻ അടുത്ത നിമിഷം പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് അടുത്ത ഈ സമയമാകുമ്പോൾ ദൈവം മറുപടി തരും. സഹോദരിമാരെ ക്ഷീണിക്കരുത്, സഹോദരങ്ങളെ തളരരുത്. ഡോക്ടർ വിധിച്ചാലും എന്ത് ചെയ്യരുത്? പറയുന്നേ എന്ത് ചെയ്യരുത്? ശരിക്കും പറഞ്ഞ വലിയ മെഡിക്കലും മിടുക്കന്മാരും ഒക്കെ ആയിട്ട് കോട്ട് സൂട്ടും ഒക്കെ ഇട്ടായിരിക്കുന്നത്. മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നതല്ല ഇതിനകത്ത് ഇരിക്കുന്ന മൊത്തം. എന്തെല്ലാം മാരക രോഗങ്ങളും ചുമന്നുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ആന്തരിക അവയവങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ എന്തെല്ലാം രോഗങ്ങളുണ്ടെന്നറിയാമോ? സ്വന്തം ഞങ്ങളൊക്കെ നാട്ടില് RCC പോകും ക്യാൻസർ പേഷ്യന്റിനെ കാണാൻ. ഇവിടെ നിന്നുള്ള ആന്റിബയോട്ടിക് ചിലർ ഇവിടെ വരുമ്പോൾ സിസ്റ്റർ വരണേ സ്വന്തം അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ പോകുന്നുണ്ട് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ ഞങ്ങൾ അവരോട് പോകാറുണ്ട്. RCCയിലൊക്കെ പോകണ്ട. ഈ ഇരിക്കുന്ന എല്ലാത്തിനും ഇതിന് സെല്ലുകളുണ്ടോ? എല്ലാത്തിനും ശരീരത്തുണ്ട് അല്ലേ ആന്റി? സ്തോത്രം. ക്യാൻസർ സെൽ എല്ലാ ശരീരത്തും ഉണ്ട്. സ്തോത്രം. പക്ഷെ പലതും വെളിപ്പെടാതിരിക്കുന്ന തമ്പുരാന്റെ കൃപയെന്ന് ഓർത്താൽ മതി. അയ്യോ അവർക്കൊണ്ട് ഞങ്ങൾക്കില്ലെന്നൊന്നും പറഞ്ഞിരിക്കണ്ട. സ്തോത്രം. ഞാൻ പറയുമ്പോൾ ഓർക്കുന്നത് പൗലോസിനെ ഒരു ശൂല ശരീരത്തുണ്ടായിരുന്നു. 3 വട്ടം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചേ? ഇതൊന്ന് ഈ ശൂലത്തെ കുറിച്ച് വല്ലോ കർത്താവ് പറഞ്ഞു. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും കർത്താവ് എന്ത് ചെയ്തില്ല. ഇതോട് കുത്തിയിരുന്ന് പറഞ്ഞു ശൂലന്മാർ വല്ല കാര്യം ശൂലത്തെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം. തൈറോയ്ഡ് മാറാൻ പ്രാർത്ഥിച്ച ഞാൻ വിശ്വസിക്കുന്ന കാര്യം മാറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. സ്തോത്രം. തമ്പുരാൻ പൗലോസിനോട് പറഞ്ഞ കാര്യം എന്റെ ചിന്ത, എന്റെ കൃപ. ശൂലത്തെ കുറിച്ച് വല്ലതും പറഞ്ഞു? ശൂലന്മാരുടെ കൃപ തരാം പറഞ്ഞോ? ശൂലത്തെ കൃപ കൊണ്ടങ്ങ് പൊതിഞ്ഞു. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. ശൂലത്തെ പറഞ്ഞേ, ശൂലത്തെ എന്ത് ചെയ്തു? കൃപ കൊണ്ട് പൊതിഞ്ഞു. ഹാർട്ടിനെ കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കുവാ. തൈറോയിഡിനെ കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കുവാ. ലങ്സിനെ കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കുവാ. കിഡ്നികളെ കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കുവാ. ബ്രെയിനെ കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കുവാ. യൂട്രസിനെ കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കുവാ. അസ്ഥികളെ ഓരോ നേർവുകളെയും തമ്പുരാൻ കൃപ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടാ ഇതിനകത്തിരിക്കുന്ന ഈ ഒരു മനോബോധമുണ്ടെങ്കിൽ തമ്പുരാൻ വിളിച്ചോലെ പൂർണ്ണ മനസ്സോടെ ഒന്ന് ആരാധിച്ചേ, പൂർണ്ണ ശക്തിയോടെ ഒന്ന് ആരാധിച്ചേ, പൂർണ്ണ ആത്മാവോടെ ഒന്ന് ആരാധിച്ചേ. ഓരോ ശബ്ദ
സിംഹഗുഹ വന്നാലേ ദാരിയാവേശ് അറിയത്തുള്ളൂ നിന്റെ ദൈവം ആരാണ്. നിനക്ക് ഇവിടെ വന്ന് ഈ മൈക്കെടുത്ത് സാക്ഷ്യം പറഞ്ഞത് നിന്റെ രോഗം കാരണം. സ്തോത്രം. അല്ലെങ്കിൽ മാറി നിൽക്കും. സ്തോത്രം. നമുക്ക് ധൈര്യം ഉണ്ടാകണമെങ്കിൽ തമ്പുരാൻ എന്നെ തീക്കകത്തൂടെ കടത്തി വിട്ടത്. സ്തോത്രം. തീയുടെ ശബ്ദം 24 വയസ്സിൽ സ്തോത്രം അല്ലെ കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോ വൈരവ്യ വസ്ത്രം അണിയേണ്ടി വന്നു. പാല് കുടിക്കുന്ന ഒരു കുഞ്ഞ്. സ്തോത്രം. ഹല്ലേലൂയ. സകലതും വിട്ട് എൻ്റെ അമ്മ എന്നോട് കൂടെ ഇറങ്ങി തിരിച്ചു. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ദൈവം ചോദിച്ച ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, എന്നെ ധൈര്യമുള്ളവളാക്കി മാറ്റുന്നത്. നമ്മളെല്ലാം ഒന്നിച്ചിരിക്കുന്നു. സ്തോത്രം. എന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒറ്റപ്പെടും. ആരെയും ചിന്തിച്ചിട്ടുണ്ട്? സ്തോത്രം. തക്ക തുണ എന്ന് പറഞ്ഞ് ദൈവം കരപിടിച്ച് തന്നവരൊക്കെ എന്ത് ചെയ്യും? ഒന്നി ഭാര്യ മുന്നേ പോവും, അല്ലെ ഭർത്താവ് മുന്നേ പോവും. ഒരൊറ്റപ്പെടൽ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇമ്മാനുവേൽ അർത്ഥം പറയുന്നേ കൂടെ. ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടത്തില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല. സ്തോത്രം. ലോകാവസാനത്തോളം ഇമ്മാനുവേൽ എന്ന പേര്, കൂടെ ഇരിക്കാമെന്ന പേര്, കൂടെ ഇരിക്കുന്നവരെന്ന പേര്. അതുകൊണ്ട് ക്ഷീണിക്കരുത്, അധൈര്യപ്പെടരുത്. സ്തോത്രം. നമ്മുടെ നാവുണ്ടെന്ന് പറയണം. അയ്യോ എന്തായി തീരും, പിള്ളേരുടെ ഭാവി എന്താകും, കല്യാണം കഴിഞ്ഞില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അടുത്തൊരു തലമുറയില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ഭാരപ്പെട്ട് ആകുലപ്പെട്ട് ചുമ്മാതെ പഞ്ചായത്തിൽ ഞങ്ങൾ നാട്ടിൽ പറയുന്ന പോലെ അപേക്ഷ കൊടുക്കുന്ന പോലെ ഇങ്ങനെ നിന്നുകൊണ്ട് ആവലാതിയും വേവലാതിയും പറയാതെ നമ്മുടെ ഫെയ്ത്തിനെ ഡിക്ലെയർ ചെയ്യണം. പറ്റുമോ? പറ്റുമോ? പിശാച് നമുക്കെതിരെ എപ്പോഴും പോരാണ്. എന്താ പറയുന്നത്? പുറകി വന്നിക്ക് ഇറങ്ങി തിരിച്ചു. സ്തോത്രം. ശത്രുവിനെ അറിയാം. സഹോദരിമാര് കർത്താവിന്റെ ദാസം പറഞ്ഞ പോലെ സഹോദരിമാരിറങ്ങിയ ഗാനം മിരിയാം അല്ലേ, രചയിതാവല്ലേ? ഗാനം രചിച്ചോ? ഒന്ന് പറയുന്ന സ്ഥലം കൊടുക്കാതെ. സ്തോത്രം. അല്ലെ ബാങ്കിലൊക്കെ ഇരിക്കുന്ന ഒരു ബിംബമുണ്ട്, എപ്പോഴും ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞ വെടി കൂട്ടുന്ന പണ്ടൊക്കെ ഞങ്ങൾ എന്തായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു സ്തോത്രം കുഞ്ഞമ്മ, ഹല്ലേലൂയ പാപ്പച്ചൻ, സ്തോത്രം പെണ്ണമ്മ. ഇന്ന് കഴുത്തിന് കുത്തി എടുത്ത് പൊക്കി എടുത്തപ്പോൾ ഒരു ഗ്ലോറി പറയുന്നു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ യാഥാസ്ഥ ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ഏറ്റവും വിഷമം വന്നത് ബെന്തിക്കോസി വന്നപ്പം പാവം പിടിച്ച വാസന്മാർ സ്റ്റേജിൽ ഒന്ന് സുതിച്ചേ, ഒന്നുകൊണ്ട് ഒന്ന് സുതിച്ചേ, കൈ കുടഞ്ഞോണ്ട് സുതിച്ചേ, തല കുലുക്കിക്കൊണ്ട് സുതിച്ചേ. മുസ്ലിങ്ങളെ കണ്ടുപിടിക്കും, ഹിന്ദുക്കളെ കണ്ടുപിടിക്കും. എന്തിനാ? അതൊക്കെ രണ്ടാമത്തെ വിഷയം. അറിഞ്ഞതിന് എന്ത് ചെയ്യും? ഞാൻ കേരളത്തിൽ 40 ദിവസം ഫുള്ള് ഫാസ്റ്റിംഗ് ആയിരുന്നു. 40 കൺവെൻഷൻ പ്രസംഗിച്ചു. അനേക തെരുവോരങ്ങളിൽ യേശുവിനെ ഉയർത്തി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സഹോദരിമാരുടെ മീറ്റിംഗ്, ഉപവാസ പ്രാർത്ഥന എല്ലാം ഉണ്ട്, എല്ലാത്തിനകത്തുമുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ തമിഴ് നാട്ടിൽ നിന്ന് വന്ന കൊച്ചു സഹോദരിയെ കണ്ടു. അവിടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നു. സ്തോത്രം. കന്യാകുമാരി കൊട്ടാരം AG ചർച്ചിലെ മീറ്റിംഗ് കഴിഞ്ഞാൽ വന്നേക്കും. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് പറയുന്നേ. സ്തോത്രം. എന്തോ കണ്ടോണ്ട് പോകാനാ. മുമ്പ് ഇവിടെ നിന്നോണ്ട് നമ്മുടെ സൗകര്യം പറഞ്ഞ പോലെ സ്തോത്രം വലിയ വണ്ടി എടുത്തു. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു, വസ്ത്രങ്ങൾ എന്നോട് പറഞ്ഞു, നോക്കിക്കേ ഇത് ഡ്രൈവർ ഇല്ലാത്ത വണ്ടി, എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോഴത്തേക്ക് അത് പോയി. സ്തോത്രം. ഡ്രൈവർ ഇല്ലാത്ത വണ്ടി തന്നെ റോഡിൽ കൂടെ പോവാ. സ്തോത്രം. അല്ലേ? എന്തോ കണ്ടോണ്ട് പ്രശംസിക്കാനാ. നമ്മൾ ഓടിച്ചങ്ങോട്ട് പോകുമ്പോ എതിരെ വരുന്ന പാട്ട വന്ന് ഇടിച്ചാ ഉടഞ്ഞു പോകുന്ന ഈ പാട്ട കണ്ടുകൊണ്ട് പ്രശംസിക്കാനില്ലെന്നേ. ഭൂമി ഒന്ന് ഒരുങ്ങിയ ഇടിഞ്ഞു വീഴുന്ന ഈ സിമെന്റ് കണ്ടോണ്ട് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടോ? ഒന്ന് കുനിഞ്ഞു തന്നെ ഇതൊന്ന് എടുത്താൽ മതി, കാര്യം പടറിയാ തീർന്നു കഥ. എന്തോ കണ്ടോണ്ട് പ്രശംസിക്കാനാ? പ്രശംസിക്കുന്നുണ്ടെങ്കിൽ വീണ്ടെടുപ്പിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവർ, ഹല്ലേലൂയ, ദൈവ സ്നേഹം, ദൈവ മഹത്വം, ഹല്ലേലൂയ. എന്തിനാ ദാനിയേലേ നിന്റെ സിംഹഗുഹയിലിട്ടത്? നീ മുഖേന അറിയണം, ദാരിയാവേശ് കൂട്ടരും അറിയണം, അല്ലെ ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന്. എന്തിനാ പീക്കകത്തോട്ട് പ്രായമാനന്മാരെ കൊണ്ടിട്ടത്? അല്ലേ നെബൂഖദ്നേസർ അറിയണം നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്. എന്തിനാ യോഹന്നാനെ പത്മോസിലേക്ക് നിന്നെ നാട് കടത്തിയത്? മഹാരാജാക്കന്മാർ തിരിച്ചറിയണം. സ്തോത്രം. ഈ വിടം കൊണ്ട് അവസാനിക്കത്തില്ല, പത്മോസ് കൊണ്ട് തീരുന്നതല്ല ഒരു യോഹന്നാന്റെ ശുശ്രൂഷ. നീ അതിനെ ഓവർകം ചെയ്യും, നീ അതിനകത്തുനിന്ന് പുറത്തു വരും. നീ വെറുതെ വരത്തില്ല കേട്ടോ. ആ പ്രശ്നത്തിനകത്തൂടെ നിന്നെ കടത്തി
അഭിഷേകമുള്ള ദാവീദ്. അപ്പൊ അതുകൊണ്ട് ഇവരെ എല്ലാം എന്തിനോട് വിട്ടു പറഞ്ഞാട്ട് സ്വതന്ത്രം പറഞ്ഞേ മോനി തിരിച്ചറിയണം നിന്റെ ദൈവം ആരാണ്. നമ്മള് മഹത്വം വഹിക്കുന്നവരാ. ചുമ്മാ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇവിടെ വന്ന് ഗ്ലോറി പറഞ്ഞിട്ട് പോകാനല്ല. ആരാധനയെ കെട്ടുകൾ അഴിയണം. എന്നോട് ദൈവം ഇടപെട്ട ഒരു കാര്യം, കർമ്മേലിൽ ഇറങ്ങത്തി മണ്ണ് കൂടെ ദഹിപ്പിച്ചത്. മണ്ണിനെ ദഹിപ്പിക്കും. സ്തോത്രം. അല്ലെ വെള്ളത്തെ ദഹിപ്പിച്ചു, തോടി വറ്റിച്ചു കളഞ്ഞു. തീ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ മണ്ണും വെള്ളവും ഒന്നും ഒരു വിഷയമല്ല. സ്തോത്രം. ഹല്ലേലൂയ. എടാ അല്ലെങ്കിൽ ഉണങ്ങിയ വിറകായിരുന്നു അങ്ങനെ കത്തിയതാന്ന് പറഞ്ഞു. ഞാൻ ഓർക്കും ഈ കാനാവിലെ കല്യാണ വീട്ടിൽ തമ്പുരാൻ എന്തിനെ പുറത്തെ, ഞാൻ കർത്താവിനോട് തന്നെ ചോദിച്ചു, എന്തിനാ ഈ കൽപാത്രം എടുത്തോണ്ട് കാല് കഴുകാൻ വെള്ളം വെച്ചിരുന്നത്? തമ്പുരാൻ പറഞ്ഞു, എന്റെ കുഞ്ഞ് അകത്തെങ്ങാണ് വിരിക്കുന്ന വീഞ്ഞ് പകരുന്ന പാത്രം വല്ലതും എടുത്താ ഈ ചേട്ടന്മാരെല്ലാം കൂടെ പറയും. ബാക്കി ചില ശേഷി അതിന്റെ അടി കിടമുണ്ടായിരുന്നു. വെള്ളം കോരി ഒഴിച്ചപ്പോ കളറുണ്ടായി പറയുന്നേ. ഒരുത്തനും പറയാൻ ദൈവം അവസരം കൊടുക്കത്തില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡോക്ടർ ഒരു വൈദ്യശാസ്ത്രവും മഹത്വം എടുക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഒരു വീട്ടുകാരും മഹത്വം എടുക്കാൻ അനുവദിക്കുന്നില്ല. ഒരു പ്രസ്ഥാനം മഹത്വം എടുക്കാൻ അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ ഒരു കാര്യം കൊണ്ടടി കുഞ്ഞ്, നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഞാൻ മാത്രം മഹത്വം എടുക്കണമെന്നുള്ളത് ദൈവനിയോഗമാണെങ്കിൽ അതിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളിവിടെ യോഖേബേദിനെ കുറിച്ച് പഠിച്ച ഇസ്രായേൽ ചരിത്രത്തില് എല്ലാം ഏറ്റവും പ്രധാനമായ ഒരു സ്ഥാനം വഹിച്ചിരുന്ന ഒരു മഹതി ആരാ? യോഖേബേദ്. ആരാത് പറഞ്ഞേ? മോശയുടെ അമ്മ. പുറപ്പാട് 2:1 വായിക്കുന്നു. വേഗത്തിലെടുത്ത് വായിക്കുന്നെങ്കിൽ വായിക്കാം. പുറപ്പാട് 2:1, 6:20, സംഖ്യ 26:59 വായിച്ചാട്ട്. പുറപ്പാട് 2:1, പുറപ്പാട് 6:20, സംഖ്യ 26:59. അവിടെ ചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഈ ഭാഗങ്ങളിലൊക്കെ നോക്കിയാൽ എല്ലാം കൂടെ വായിച്ച സമയം പോകും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ആരാണ് യോഖേബേദ്, ആരാണ് അമ്രാം, അവർക്ക് ആരൊക്കെ മക്കൾ ജനിച്ചിരുന്നു എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. 6:20 എഴുതിയിട്ടുണ്ട്. സ്തോത്രം. സംഖ്യ 26:59 വായിച്ചേ. നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഇത്തിരി താമസിക്കും. സ്തോത്രം. ഹല്ലേലൂയ. യോഖേബേദ് എന്ന പേരിന് അർത്ഥം എന്താണെന്നറിയോ? യഹോവയുടെ മഹത്വം. യഹോവയുടെ സ്തോത്രം. ഹല്ലേലൂയ. യഹോവ നമ്മുടെ മഹത്വമാകുന്നു. ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ നമ്മളെ വേണം. സ്തോത്രം. ഹല്ലേലൂയ. നെബൂഖദ്നേസർ തിരിച്ചറിയാൻ, ദാര്യാവേശ് തിരിച്ചറിയാൻ, അഹശ്വേരോശ് തിരിച്ചറിയാൻ, ചില രാജാക്കന്മാരുടെ കണ്ണു തുറപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്തു ചില അഭിഷിക്തന്മാര്. ഹല്ലേലൂയ. ചില സഹോദരിമാര് വേദപുസ്തകം ഉടനീളം പഠിക്കുമ്പോൾ സഹോദരിമാരുടെ ഒത്തിരി മീറ്റിങ്ങിന് ഞാൻ പ്രസംഗിക്കാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒരുപാട് സഹോദരിമാര് ഇതിനകത്ത് ഒത്തിരി എല്ലാം എഴുതി പ്രസംഗിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ അറിയോ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, എക്കാലത്ത് സഹോദരിമാരെ ശക്തിയോടെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ സമയോചിതമായി ഇടപെട്ടത് കൊണ്ട് അവര് കുടുംബത്തെ രക്ഷിച്ചിട്ടുണ്ട്. പുരുഷപ്രജയൊന്നും നഷ്ടപ്പെടാതെ അബീഗയിൽ സ്തോത്രം അവിടെ കുടുംബത്തെ മുഴുവൻ എന്ത് ചെയ്തു? രക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നയമാന്റെ വീട്ടിലെ പെങ്കൊച്ച് മഹത്വം ആ കുടുംബത്തിൽ ഇറങ്ങാൻ അവള് മുഖാന്തരമായി മാറി. മാരക രോഗത്തിന് സൗഖ്യം കൊടുക്കാൻ അവിടെ വാക്കുകളുടെ ശക്തിയിലൂടെ കഴിഞ്ഞു. ഒരു കുലത്തെ മുഴുവൻ രക്ഷപ്പെടുത്തുവാൻ ഒരു എസ്തേറിനെ ദൈവം ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചു. സ്വന്തം പുരുഷന്മാരില്ലാഞ്ഞിട്ടല്ല, ഈന്തപ്പനയുടെ കീഴിലിരുന്ന ഇസ്രായേൽ ജനത്തെ ലെപ്പിദോത്തിന്റെ ഭാര്യയായ പറഞ്ഞുവന്ന് ദെബോരയെ ദൈവം ഉപയോഗിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പുരുഷന്മാരില്ലാഞ്ഞിട്ടല്ല, അനേക ഭാര്യാക്കന്മാര് ഭയചകിതരായി പുറകോട്ട് നിൽക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ന്യായപാലനം ചെയ്യാൻ ദൈവം അവളെ പുറത്തെടുത്തു. സ്തോത്രം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് സ്തോത്രം ഈ അന്ത്യ കാലഘട്ടത്തിൽ അനേക സഹോദരിമാരെ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നല്ലതുകൊണ്ട്
സ്തോത്രം. ഒത്തിരി എണ്ണമുണ്ട്. 3 സഹോദരന്മാരെ തലയ്ക്ക് കൈവച്ച് സ്തോത്രം. ഇല്ലേ, ഞങ്ങളൊക്കെ ഒരു കൂട്ടം അപ്പച്ചന്മാരെ കാൽക്കൽ നിന്ന് പഠിച്ചതുകൊണ്ട് ശുശ്രൂഷ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ നേരെ വിരൽ ചൂണ്ടി ദൂത് പറയാൻ പോലും പറ്റില്ല. അഭിഷിക്തനോട് പരിശുദ്ധാത്മാവിനോട് കൈ ഇങ്ങനെ ഇരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണ് ശുശ്രൂഷ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. പോകട്ടെ. ഹല്ലേലൂയ. രാജ്യങ്ങളെ രക്ഷിക്കുക. അതുപോലെ തന്നെ സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചക ശിഷ്യന്റെ ഭാര്യ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവോളെ എഴുന്നേൽപ്പിച്ചു. കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ഓ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഒരു കൂട്ടം ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്തോത്രം. ഹല്ലേലൂയ. ഏതെല്ലാം മേഖലകൾക്കകത്ത് സഹോദരിമാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഹൂസ്റ്റൺ പട്ടണത്തിനകത്ത് സൗഖ്യം തന്നു ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്, കുടുംബമായി ഈ ദേശത്ത് നിന്നെ കൊണ്ടുവന്നത്, തലമുറകളോടുകൂടി വസിക്കുമാറാക്കുന്നത്, ആരോഗ്യമുള്ള ശരീരം തന്നത് വെറുതെ അങ്ങനെ ഇങ്ങനെ ടൈം ചെലവഴിക്കുവാനല്ല, മറിച്ച് നിനക്ക് ലഭിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചോ. കേട്ടോ, കാലങ്ങൾ അധികമില്ല, നാളുകൾ അധികമില്ല. അനേകരുടെ കൂമ്പാരമായി നിൽക്കുമ്പോൾ ഒരു കഥപടിയുമായിട്ടെങ്കിലും എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു ദാഹം നമുക്ക് വേണം. ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ആകത്തുകയായ മോശയെ വാർത്തെടുക്കുവാൻ ഒരു യോഗ്യവേദന ദൈവം ഉപയോഗിച്ചു. സ്തോത്രം. ആണോ? ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സംഖ്യാപുസ്തകം 26:59 നോക്കിക്കേ. സ്തോത്രം. ഹല്ലേലൂയ. ആ അബ്രാമിന്റെയും യോഖേബേദിന്റെയും 3 മക്കള് ഇസ്രായേൽ ചരിത്രത്തിൽ വിവിധ മണ്ഡലത്തിനകത്ത് അത്യധികം അവർ ശോഭിച്ചു. സ്തോത്രം. 26:59 നോക്കിക്കേ. നോക്കണമേ, ഇസ്രായേൽ ചരിത്രത്തിന്റെ ആകത്തുകയായ മോശ. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പൗരത്വത്തിന് അടിത്തറയായി തീർന്ന, പിതാവായി തീർന്ന മൂത്ത മകൻ ആരാ പറഞ്ഞേ? അഹരോൻ. അടുത്തത് ഇസ്രായേലിന്റെ മധുര ഗായികയും രചയിതാവുമായ പറഞ്ഞേ. ഇതെല്ലാം യോഗ്യതയിൽ ലഭിച്ച കുഞ്ഞുങ്ങളാണ്. എത്ര സന്തോഷമുണ്ട്. തലമുറകളെല്ലാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. നമ്മുടെ ഈ ഇരിക്കുന്ന അമ്മമാരോടൊരു ദൂത് പറയാം. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ദൈവം നമുക്ക് തന്ന ആയുസ്സിൽ മാത്രമേ ഇവർക്ക് വേണ്ടി കരയാനുള്ളൂ. കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ കരയുന്നത് പോലെ ഭൂമിയിൽ ഒരു സ്ത്രീക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ലഭിക്കുന്ന സമയം ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ലേലും സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, യോശുവ പറഞ്ഞ പോലെ ഞാനും എന്റെ കുടുംബവും സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നോഹയെ പോലെ പെട്ടകത്തിനകത്തേക്ക് സകലത്തെയും കടക്കുക. വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. കാരണം അവൻ ദൈവത്തെ അനുസരിച്ചു, ദൈവ ശബ്ദത്തിന് കീഴടങ്ങി. തമ്പുരാൻ പറഞ്ഞ അളവിനോ തൂക്കത്തിനോ ഒരു പ്രകാരത്തിലും എന്ത് ചെയ്തില്ല, അയവ് വരുത്താതിരുന്നത് കൊണ്ട് അവന്റെ തലമുറ പെട്ടകത്തിനകത്ത് കയറി. മക്കളും കയറി, മരുമക്കളും കയറി, ഭാര്യയും കയറി, സകലതും അവനെ അനുസരിച്ചു. ദൈവമക്കളെ, ഒത്തിരി കാര്യമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സ്തോത്രം, നമുക്ക് നമ്മുടെ കുടുംബത്തെ നേടാൻ, നമ്മുടെ തലമുറകളെ നേടാൻ, പിന്നെ മധ്യസ്ഥ അണയ്ക്കാൻ എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഇതിന്റെ ആത്മധൈര്യം നമുക്ക് വേണം. അവർക്കൊരു ആത്മധൈര്യം ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ പുരോഹിതനായ പിതാവുമായ ഒരു അഹരോനെ വാർത്തെടുക്കാൻ, ഒരു ഗാനരചയിതാവായ മിര്യാമിനെ വാർത്തെടുക്കാൻ, ഒരു യോദ്ധാവായ മോശയെ വാർത്തെടുക്കാൻ ഒരു യോഗ്യവേദന കഴിഞ്ഞെങ്കിൽ സഹോദരി, നിനക്ക് കഴിയുമെന്ന്, നിനക്ക് കഴിയും. നിനക്ക് തന്ന തലമുറകളെ മൊത്തം ദൈവ രാജ്യത്തിന് വേണ്ടി ഇത് വേൽക്കാലം ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്തേ. ജനത്തെ നയിക്കുവാൻ നിനക്ക് കഴിയത്തില്ലെങ്കിൽ നിന്റെ തലമുറയിലൂടെ വിശ്വസിച്ചേ, വിശ്വസിച്ചേ. ഈ സേവന ഇരുമ്പിനോട് നടുവിൽ നിന്ന് ഒരു വലിയ സൈന്യത്തെ പുറത്തു കൊണ്ടുവരുവാൻ
നായകനായി പുറത്തു വരുവാൻ, മധുര ഗായികയായി പുറത്തു വരുവാൻ, ഉദരഫലങ്ങളെ ഉപയോഗിക്കുവാൻ ആത്മധൈര്യത്തോടെ ഇടപെട്ട ഒരു യോഗ്യതന് കഴിഞ്ഞെങ്കിൽ ആത്മാവിൽ ഒരു ദൂത് പറയാം, എനിക്ക് കഴിയുമെന്നൊന്ന് പറ. വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ഡോക്ടർ ആയിക്കോട്ടെ, അവർ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു പൈലറ്റ് ആയിക്കോട്ടെ, ആന്റി പറഞ്ഞ പോലെ ദൈവം എന്ത് തന്നെ അവർക്ക് കൊടുത്തോട്ടെ, വിദ്യാഭ്യാസം കൊടുക്കട്ടെ. പക്ഷെ എല്ലാത്തിനും ഉപരി ദൈവ വിഷയ സംബന്ധമായ ഒരു സമ്പന്നരായി മാറും, ആത്മാവിലെ എരിവുള്ളവരായി തീരണം, കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വമായവരെ മാറണം. ഇന്ന് പകൽക്കാലം അതിനായിട്ട് ഒരു നിമിഷം ഏൽപ്പിച്ചേ അതെന്തെന്ന് പറയാം, കർത്താവേ എനിക്ക് നൂതനഫലം ദൈവരാജ്യത്തിന് വേണ്ടി കൂടവരക ഇസ്രായേലിലെ പുരോഹിതനായും ഹല്ലേലൂയ പൗരോഹിത്യത്തിന്റെ പുരോഹിതത്തിന്റെ അടിത്തറയും പിതാവുമായി മാറിയ അഹരോനെ വാർത്തെടുക്കുവാൻ, ഇസ്രായേലിന്റെ മധുര ഗായകയും ഗാനരചകയുമായ മിരിയാമിനെ വാർത്തെടുക്കുവാൻ, കൂടവരക ശമോൻ മോശയെ വാർത്തെടുക്കുവാൻ ഒരു യോഗ്യതന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം വേദിക്കുന്ന തലമുറകൾ ദൈവരാജ്യത്തിന് വേണ്ടി കാരണം ഫറവോന് പേടിയാ, വർദ്ധിച്ചു വരുന്ന ഇസ്രായേൽ ജനത്തെ കാണുമ്പോ എന്താ പിശാചിന് പേടിയാ, പ്രാർത്ഥിക്കുന്ന നിന്നെ അവന് പേടിയാ. ഓ ജീസസ്, പ്രാർത്ഥിക്കുന്നവരെ പേടിയാ പിശാചിന്, ഉപവസിക്കുന്നവരെ പറഞ്ഞേ പേടിയാ. പക്ഷെ നിന്റെ പ്രാർത്ഥനയെ തടയാൻ ഒരു ശക്തിക്ക് കഴിയും. ഞാൻ 40 ദിവസം ഉപവസിച്ചിട്ട് ദൈവാത്മാവിനോട് പറഞ്ഞൊരു ദൂത, വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ എവിടെ നടന്നു പോയാലും വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാൽ നിറയപ്പെട്ടവൻ എവിടെ പോയാലും. വിശ്വസിക്കുന്നു? ഗദരദേശത്ത് യേശു കാലെടുത്തു വെച്ചു. ദേശത്തെ അടക്കി ഭരിച്ച തലമുറകളെ കാട്ടിലും കല്ലറയിലും വരുന്ന പൈശാചിക ശക്തികൾ ദേശത്ത് ഉന്മൂലനാശം ഭവിച്ചു. അഭിഷേകമുള്ള ഈ സഹോദരിമാര്, ഞാൻ വിശ്വസിക്കുന്നു ഹൂസ്റ്റൺ പട്ടണത്തിനകത്ത് ഒരു പ്രയർ ഫെലോഷിപ്പിന് തമ്പുരാൻ രൂപം കൊടുക്കുവാൻ സ്വർഗം മനസ്സലിഞ്ഞെങ്കിൽ നിങ്ങൾ ഈ ചിതറി കിടക്കുന്ന ഈ ദേശത്ത്, ഈ ദേശങ്ങളിൽ, ഈ ഹൂസ്റ്റൺ പട്ടണത്തിനകത്ത് നിങ്ങൾ കാച്ചോട്ടുമ്പോൾ ദേശത്തിന്റെ അധിപതിയുടെ ശക്തികൾ അലറി മാറും. വിശ്വസിന്റെ സ്തോത്രം പറഞ്ഞുകൊണ്ട് നടന്നു. നിങ്ങൾ ഈ പട്ടണത്തിലൂടെ നടക്കുക. നിങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ, നിങ്ങൾ നടക്കാൻ ഇറങ്ങുമ്പോൾ പട്ടണത്തിനകത്ത് ചലനം സംഭവിക്കാൻ ദൈവ സമാധിനെ നിന്നെ അതിനാൽ തെരഞ്ഞെടുത്തത്. ചിലരുടെ മേൽ അസാധാരണ ശക്തി ഇറങ്ങി. നീ നടക്കുമ്പോൾ തന്നെ ദൈവകൃപ വ്യാപരിക്കും. ദൈവസാന്നിധ്യം ഞാൻ എന്റെ ശരീരത്തെ അനുഭവിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഭവിക്കുന്നു? ഒരു ആർത്തി വേണം, ഒരു ആർത്തി വേണമെന്ന്. 2 പാട്ട് കൊണ്ട് ഒതുങ്ങരുത്, ഒരു വചന കേൾവി കൊണ്ട് ഒതുങ്ങരുത്. കർത്താവിന്റെ ശക്തിയുടെ വലിപ്പം, ആ അളവറ്റ വലിപ്പം, ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തി, ക്രിസ്തുവിനെ മരിച്ചവരെ ഉയർപ്പിച്ച ശക്തി അതെന്റെ മേൽ, അതെന്റെ തലമുറയുടെ മേൽ വ്യാപരിക്കണം. കാരണം ഫറവോൻ ഭയപ്പെടുന്നു, ഫറവോൻ ഭയപ്പെടുന്നു. നിന്റെ പ്രാർത്ഥനയെ പിശാച് ഭയപ്പെടുന്നു. നീ അനുസരണയോടെ വളർത്തുന്ന, ഓട്ട കെട്ടി പ്രാർത്ഥിച്ച് വളർത്തുന്ന നിന്റെ തലമുറകളെ സാത്താൻ ഭയപ്പെടുന്നുണ്ട്. നീ ഓട്ട കെട്ടി പ്രാർത്ഥിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, പിശാച് അവരെ പേടിക്കുന്നുണ്ട്. പിശാച് അവരെ പേടിക്കുന്നു, അവരുടെ പാട്ടിനെ പേടിക്കുന്നു, അവരുടെ ആരാധനയെ പേടിക്കുന്നു, നിന്റെ വിശ്വാസത്തെ പേടിക്കുന്നു. വർദ്ധിച്ചു വരുക. ജനം എന്ത് ചെയ്യുക? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പണ്ടൊക്കെ പെന്തിക്കോസുകാരെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം ആണോ? വേർപെട്ട് ആരാധിക്കുന്നവർ ദേശങ്ങളിൽ അപൂർവമായിരുന്നു. സ്തോത്രം. വല്യമ്മച്ചിമാരും എന്തൊരു സന്തോഷമായിരുന്നു അന്നത്തെ. എനിക്ക് ആ ഇറങ്ങിയ കാലഘട്ടമൊക്കെ നല്ല ഓർമ്മയാണ്. അമ്മച്ചിമാരൊക്കെ നാട്ടിൽ, നിങ്ങളൊക്കെ ഇവിടെ വന്ന് മസിൽ പിടിച്ചിരിക്കുമ്പോഴും പിറകിൽ കരഞ്ഞു ഒരു അമ്മച്ചിയുണ്ട്. സ്തോത്രം. അത് മർത്തോമയിലായാലും CSIയിലായാലും എവിടെയായാലും മാറത്തടിച്ച് കർത്താവേ എന്റെ തലമുറകളെ വലിയ അറിവൊന്നും കാണത്തില്ല. നിലവിളിച്ചതിന്റെ പരിണിത ഫലം അകത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ.
അവരും രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു. എനിക്കറിയാം ഒത്തിരി അമ്മച്ചിമാര്, എനിക്ക് അമ്മച്ചിമാര് ഭയങ്കര ഇഷ്ടം. അപ്പച്ചന്മാര് പണ്ടൊക്കെ ചട്ട കിട്ടി, ഇപ്പം ചട്ട കിട്ട അമ്മച്ചിമാരെ ഞങ്ങളുടെ നാട്ടിൽ പോലും ഇല്ലുണ്ടോ എനിക്ക്. ഞങ്ങൾ ഇങ്ങനെ ഓടി നടന്ന് നോക്കാറ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തം ഇല്ലേ, എന്ത് അടി കൊള്ളുമായിരുന്നു അപ്പച്ചന്മാരുടെ കയ്യിൽ ഇല്ലയോ, എന്തുമാത്രം അടി കൊള്ളുമായിരുന്നു അപ്പച്ചന്മാരുടെ കയ്യിൽ, കാപ്പിക്കമ്പ് വെച്ചൊക്കെ. സ്വത്രം അങ്ങനെ ദേശം അമ്മച്ചിയുണ്ട്. സ്വത്രമല്ല അപ്പച്ചനെ കാണാതെ ആരാധനയ്ക്ക് പോകുന്നത്. സ്വത്രം രാവിലെ ആകുമ്പോൾ പറയും വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും സ്വതം ഞായറാഴ്ചയൊക്കെ രാവിലെ ഒരു വല്ലമൊക്കെ എടുത്ത്, വല്ലം എന്നൊക്കെ പറഞ്ഞാൽ അറിയാം സ്വത്രം അല്ലേ, ഈ എന്താ പറയുക ഓല കൊണ്ട് മെടഞ്ഞ വല്ലം അതുമൊക്കെ എടുത്തിട്ട് ഈ അമ്മച്ചി എന്ത് ചെയ്യുന്നത്, ഒരു അരിവാളും എടുത്തു വെക്കും, ഒരു കയറും എടുത്തു വെക്കും. സ്വന്തം പുല്ല് പറിക്കാൻ പോകും, പുല്ലി എത്തി കെട്ടിക്കൊണ്ട് വരാൻ പോവാം. സ്വതം എന്നിട്ട് ഈ വല്ലമൊക്കെ എടുത്ത് ഇതിൻ്റെ അടിയിലോട്ട് എടുത്തൊരു നല്ല മുണ്ടും എടുത്ത് വെക്കും. എന്തിനാ വെട്ടം കാരണം നിങ്ങളെ കാണുന്നില്ല. എന്തിനാ സഭാഹോളിന്റെ ഇപ്പുറത്ത് വന്ന് ആ പറമ്പില പുല്ല് പറിക്കാൻ വരുന്നത്. എന്നിട്ട് യോഗം നടക്കുമ്പോ ചാടി പാസ്റ്റർക്കറിയാം ആർത്തിയോടെ വരുന്നവരെ ചിലരൊക്കെ ചുമ്മാ വന്നിരിക്കുക. സ്തോത്രം ഹല്ലേലൂയ. ചിലത് ആർത്തിയോടാ വരുന്നത്. ഈ പുരുഷാരം തിക്കി തിരക്കുമ്പോഴും രക്തസ്രാവക്കാരത്തേക്ക് വിടുതൽ, അവള് വിടുതൽ മേടിച്ചോളൂ പാട്ടിൽ. ഞാനേ പറയാറുണ്ട്, ചീമോനാ വീട്ടിലോട്ട് വിളിച്ചത് കർത്താവിനെ വിരുന്നിന് അല്ലേ. ബെഥാനിയിലെ ചീമോൻ വിളിച്ചറിയാവോ, എന്തെല്ലാം വിളിച്ചു ചോദിച്ചു. ഇന്നാണ് ഫോൺ ഉണ്ടായിരുന്നു, വിളിച്ചു ചോദിച്ചതിന് ബെഥാനിയിലെ മറിയെ അല്ല, മറിയെ വിളിക്കത്തില്ല, പാചകത്തിന്റെ കാര്യം അറിയാൻ ആരെ വിളിക്കും? മാർത്തേ എന്തൊക്കെ ഫുഡാ? ഞാൻ എവിടെ ചിലപ്പോൾ സിസ്റ്റർ ഇറച്ചി കൂട്ടുമോ മീൻ കൂട്ടുമോ? എനിക്കാണ് ഞാൻ ചിലപ്പോൾ ഒരു വിശ്രമമേ ഇല്ല. സ്തോത്രം ഹല്ലേലൂയ. അപ്പോ വിളിച്ചു ചോദിക്കുക എന്തൊക്കെയാ കർത്താവിന് ഇഷ്ടമുള്ള ഫുഡ്. ഇങ്ങനെ ശീമോനെല്ലാം ഉണ്ടാക്കി വെച്ചു. സ്തോത്രം ഇങ്ങനെ കരുതി കൂട്ടി കാത്തിരിക്കുക. കർത്താവ് കൊണ്ടുവന്നു പെമ്പിള്ളേർ അനുഗ്രഹം അടിച്ചോണ്ട് പോയി. എല്ലാം മനസ്സിലാക്കി. ഇവൻ മീൻകറിയും വെച്ച് ഇറച്ചിയും വെച്ച് മൊബൈലും വിളിച്ച് ചോദിച്ച് ഇങ്ങനെ ഇരുന്നു. പെങ്കൊച്ചു വന്ന് പുറകെ കൂടെ വന്ന് കാൽക്കൽ ഇരുന്ന് കണ്ണുനീര് കൊണ്ട് എത്ര പേർക്ക് മനസ്സിലാക്കും? തലമുടി കൊണ്ട് അവക്ക് കൊടുക്കുന്ന സ്വച്ഛ ജഡമാംസി തൈലം അവക്ക് കൊടുക്ക വിലപ്പെട്ടത് അഭിഷിക്തന് കൊടുത്തു, കർത്താവിന് കൊടുത്തെന്ന്. സ്തോത്രം. അവൻ തന്നാലാവത് ചെയ്തു, അവക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്തോത്രം. വിളിച്ചത് ശീമോനാണെങ്കിലും അനുഗ്രഹം പ്രാപിച്ചത് അവളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ തൂത് പറയാം, നമ്മുടെ തലമുറകളെ രക്ഷിക്കുവാൻ, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ സഹോദരി നിന്റെ കയ്യിൽ ആയുധം ദൈവം തന്നിരിക്കുന്നു. നിന്റെ കയ്യിൽ ആയുധം തന്നിരിക്കുന്നത്. സമയം നഷ്ടപ്പെടുത്തരുത്. യൗവനം മായ. നാളെ പക്ഷെ മുട്ടുമടക്കി ആരാധിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അല്ലെ തൊണ്ട കീറി ഓപ്പറേഷൻ ചെയ്താൽ നിനക്ക് സ്വോത്രം പറയാമെന്ന് വരെ പറ്റത്തില്ല. കൈ തളർന്നു പോയാൽ കരമടിക്കാൻ പറ്റത്തില്ല. കാലുകളെ ബലം യോഗത്തിന് വരാൻ പറ്റത്തില്ല. പക്ഷേ തന്ന അവസരം പക്കത്തിൽ ഉപയോഗിച്ചോണം. ഇന്ന് പകൽക്കാലം പക്കത്തിൽ ഉപയോഗിച്ചോണം. അമ്മച്ചി എന്തോയെന്നറിയോ? ഈ അമ്മച്ചി വല്ലതൊക്കെ കൊണ്ടുവച്ച് അപ്പുറത്ത് കൊണ്ടുവച്ച് പുല്ല് പറിക്കുന്ന പറമ്പിൽ കൊണ്ടുവച്ചിട്ട് ഓടി സഭാഹോളിനകത്ത് വന്ന് കയറി. അവിടെ ഇരുന്ന് അമ്മച്ചി രക്ഷിക്കപ്പെട്ടു. വചനം കേട്ട് മാനസാന്തരം ഉണ്ടായിട്ട് അമ്മച്ചി സഭയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എനിക്ക് പറഞ്ഞേ സ്നാനപ്പെടണം. സ്തോത്രം. ആരും അറിയാതെ സ്നാനം നടന്നു. സ്തോത്രം. ഈ വല്ലത്തിനകത്ത് മുണ്ടുമെടുത്തുകൊണ്ട് വന്നിട്ട് സ്തോത്രം യോഗ സമയത്ത് സ്തോത്രകല്ലിൽ വന്ന് എന്ത് ചെയ്തു? സ്നാനം നടത്തിയിട്ട് വീണ്ടും അടുത്ത മുണ്ടെടുത്തു കൊടുത്തോണ്ട് പുല്ലും പറിച്ചിട്ട് വീട്ടിൽ ചെന്നു. ഏതോ ഒരു കൊച്ചപ്പം പറഞ്ഞു കൊടുത്തു, അമ്മച്ചി നമുക്ക് എവിടെ ഉണ്ടല്ലോ പാര. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് പെന്തിക്കോസിൽ കട്ട പാര. അയ്യോ ഞാൻ ഓർക്കുക. സ്തോത്രം. അമ്പലത്തിൽ പ്രസാദമൊക്കെ പൂജാരിയാക്കി ഇങ്ങനെ എറിഞ്ഞിട്ടാണ് ഞാനിരിച്ചൊക്കെയൊക്കെ പിടിച്ച് ശീലമുള്ളതുകൊണ്ട്. സ്തോത്രം അല്ലേ. ഏതെങ്കിലും അമ്പലത്തിലെ പൂജാരി അവരുടെ വിശ്വാസ സമൂഹം അടിയുണ്ടാക്കി കണ്ടിട്ടുണ്ടോ? സ്തോത്രം പറയത്തില്ല. പിന്നെ ഞാൻ തെരുവിൽ പ്രസംഗിക്കുന്നു. സ്തോത്രം. ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും പ്രസംഗിക്കും. സ്തോത്രം. ഏതെങ്കിലും നിസ്കരിക്കാൻ വരുന്ന വിശ്വാസികൾ ഉസ്താദുമായിട്ട് അടിയുണ്ടാക്കിയെങ്കിൽ വായിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്തോത്രവും ഇല്ല. എല്ലാം ഇതൊന്നും പറയേണ്ട ഒരു കാര്യം
അതിനകത്ത് അമ്പലം ചിലതിനെയൊക്കെ ഇപ്പൊ എഴുന്നേപ്പിച്ചു. സ്തോത്രം. ഈ നാഥാൻ പ്രവാചകന്മാരെ പോലുള്ളവരൊക്കെ എഴുന്നേക്കണം. ആ മനുഷ്യൻ നീയാന്ന് പറയുന്നു. ഇന്ന് അതില്ലല്ലോ. സ്തോത്രം. അമ്മച്ചി സ്നാനപ്പെട്ടു, സന്തോഷത്തോടു കൂടി വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ അപ്പച്ചനൊരു വലിയ കാപ്പി കപ്പ് മേടിക്കാൻ കേറി ഇങ്ങോട്ട് വന്നപ്പോ മുടിക്കുത്തിനങ്ങോട്ട് പിടിച്ചിട്ട് അമ്മച്ചിക്കിട്ട് 2-3 അടി അങ്ങോട്ട് ചുറ്റി. ഡി, നീ സ്നാനപ്പെട്ടില്ലയോ? പറയാതിരിക്കാൻ പറ്റുമോ? കാരണം അമ്മച്ചി എത്തുന്നതിന് മുമ്പ് പണ്ട് അപ്പച്ചൻ പറയുന്നത് സഹോദരിമാര് മനോരമയാണ്. എന്നിട്ട് ഞങ്ങളുടെ കല്ലിമല അപ്പച്ചൻ, കല്ലിമല കുഞ്ഞച്ചനെ കേട്ടിട്ടുണ്ട്. അപ്പച്ചൻ എപ്പോഴും പറയും സഹോദരിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഈ ചെവി കൂടെ കേട്ട് എന്നാലും പറഞ്ഞു ഈ ചെവി കൂടെ കളയും. ഞങ്ങളുടെ സഹോദരിമാർക്കൊരു പ്രത്യേകതയുണ്ട്, അങ്ങനെയൊന്നും കളയത്തില്ല, 2 ചെവി കൂടെ കേട്ട് 3ാമതൊരു ചെവി ഇല്ലാത്തതുകൊണ്ട് അല്ലേ നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തില്ലെന്നില്ല. ഇന്ന് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ദൈവമുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. സ്തോത്രം. അമ്മച്ചി അങ്ങോട്ട് ചെന്നപ്പോ അപ്പച്ച കാപ്പി കപ്പ് വെച്ച് പുറത്തങ്ങോട്ട് നല്ല കീച്ച് കീച്ചിട്ട് പറഞ്ഞു, നീ സ്നാനപ്പെട്ടില്ലയോ? നീ കലക്ക വെള്ളത്തി മുങ്ങി അല്ലയോ? അമ്മച്ചി പറഞ്ഞു സ്നാനപ്പെട്ടു. എടി, നീ മേലാ നീ സ്നാനപ്പെടുവോ? അമ്മച്ചി കാലെ പിടിച്ചിട്ട് ഇല്ല ചായ, ഇനി മരണം വരെ എഴുതിയതില്ല. അതിന് സന്തോഷം പറയും, നീ മേല. അങ്ങനെയൊക്കെ സ്നാനപ്പെട്ട എത്രയോ അമ്മച്ചിമാരുടെ കണ്ണുനീരിന്റെ പരിണിത ഫലമാ ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് അറിയാമോ? അടി കൊണ്ടുവരും, ചീത്ത കേട്ടവരും, വള്ളു പറഞ്ഞവരുടെ ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് സ്തോത്രം പറഞ്ഞ പഴിദൂഷി നിന്നകളേറുമ്പോൾ പരമന്റെ മുഖത്തെ ദർശിക്കുന്ന ഒരു കൂട്ടം പിതാക്കന്മാർ കേരളത്തിന്റെ മണ്ണിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവര് പാടിയതാ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അതിന്റെ പരിണിത ഫലമാ ആരാധനയുടെ മഹത്വം നമ്മൾ അനുഭവിക്കുക. യോഖേബേദിന് എന്ത് കഴിഞ്ഞു? സ്തോത്രം. ഹല്ലേലൂയ. പുരോഹിതനായ അഹരോനെയും സ്തോത്രം ഇസ്രായേലിനെ മിസ്രയീം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അനുഗ്രഹീത നേതാവായ മോശയെയും ഗാനരചയിതാവും മധുര ഗായികമായ മിരിയാമിനെ ലഭിച്ച തലമുറകളെ ക്രിസ്തുവിന് വേണ്ടി വിവിധ മേഖലകൾക്കകത്ത് കാലഘട്ടത്തിന്റെ ശബ്ദമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ആത്മധൈര്യമുള്ളവർ യോഖേബേദിന് പ്രതികൂലത്തിന്റെ നടുവിൽ കഴിഞ്ഞെങ്കിൽ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഉപവസിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, മധ്യസ്ഥിക്കാൻ കഴിയുന്നില്ല? ഇതിനാ ഭയപ്പെടുന്നത്. കാരണം ആകപ്പാടെ പേടിച്ചിരിക്കുന്ന ആരെന്നല്ലേ? പറവോൻ പേടിച്ചിരിക്കുക. എന്താ പേടി എന്തുവാ? അയ്യോ, ഇസ്രായേലും പെരുകി. ഇസ്രായേലും എന്ത് ചെയ്യുന്നു? അവര് വർദ്ധിച്ചു വരുന്നു. അവൻ ഭയപ്പെട്ടു പോയി. അല്ലേ? കാരണം എന്താ? ഈ എബ്രായരെ കൊണ്ട് തലവേദനയായി. സ്തോത്രം. അവര് പെരുകുക, ദൈവമക്കൾ പെരുകുക, സ്തുതിക്കുന്നവർ എന്ത് ചെയ്യുക? പെരുകുക, ആരാധിക്കുന്നവർ പെരുകുക, സത്യത്തിന് വേണ്ടി ഇറങ്ങുന്നവർ പെരുകുക. എന്തുകൊണ്ടാ? ചില യോഖേബേദുമാരുണ്ട്. ഉള്ളത് കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ പെരുകും, പട്ടണത്തിനകത്ത് പെരുകും. പേടിയെന്തിനാ? പേടിക്കണോ? പറഞ്ഞേ. സ്തോത്രം. പേടിക്കണ്ട. എനിക്ക് സ്തോത്രം ഈ പ്രാവശ്യം ഞാനൊന്ന് പറഞ്ഞ് സൂചിപ്പിച്ചെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം വായിക്കുമ്പോൾ ആ മറിയെ കുറിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് പേടിയില്ലായിരുന്നു. പേടിയുണ്ടായിരുന്നോ? മക്കളക്കാരത്തി മറിയയും ഒരു കുറച്ച് സഹോദരിമാരെല്ലാം കൂടെ നന്നായി ഇരുട്ടോളം പോയി പോക്കാ. എങ്ങോട്ട് പോവാ? പറഞ്ഞേ. സഹോദരന്മാരൊക്കെ ശിഷ്യന്മാരൊക്കെ എവിടാ? 4 ചുവരിനകത്ത് പേടിച്ചിരിക്കുക. പലരും പേടിച്ചു മാറിയിരിക്കുമ്പോൾ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നതാ. പിന്നെയോ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ തന്നെങ്കിൽ മരണത്തെ പേടിക്കാതെ, പിശാചിനെ പേടിക്കാതെ, കല്ലറകളെ പേടിക്കാതെ ഭയപ്പെടരുത്. 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തിന്? നമ്മുടെ തലമുറകളെ നോക്കി നമ്മൾ ഇനി എന്ത് ചെയ്യണ്ട?
പേടിക്കണ്ട, വിശ്വാസത്തോടെ കൽപ്പിച്ച് പ്രാർത്ഥിച്ചോ. എന്റെ കുഞ്ഞിനെ തൊടാൻ നിനക്ക് പറ്റത്തില്ല, പറവോനെ നീ തൊടത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ചുമ്മാതിരുന്നോണ്ട്. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് മാത്രം പറ്റത്തില്ല. ചില സ്ഥലങ്ങളിൽ എന്ത് വേണം? ഉപവാസം വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ചന്ദ്രരോഗിയുടെ കാര്യം പറഞ്ഞു, ഉപവാസാലും പ്രാർത്ഥനയാലും അല്ല ഈ ജാതിയോട് കളിക്കാൻ പറ്റത്തില്ല. പിശാചാ ഇത്. കളിക്കണമെങ്കിൽ എന്തോ വേണം? പറഞ്ഞേ. സ്തോത്രം. ഉപവാസവും പ്രാർത്ഥനയും വേണം. പക്ഷെ ദുഷ്ടന്റെ നിയമങ്ങളെ കെടുക്കണേ എന്തോ വേണം? പറഞ്ഞേ. എത്ര പ്രാർത്ഥിച്ചാലും വിശ്വാസം ഇല്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? സക്കരിയാവിനോട് പറഞ്ഞ പോലെ നിന്റെ ഭാര്യ എലിസബത്തിൽ കൊച്ചിനകത്ത് എങ്ങനെ വിശ്വസിക്കാൻ? പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. എങ്ങനെ വിശ്വസിക്കാം? അബ്രഹാമിനെ സാറയുടെ ആരെ കമന്ന് കിടന്ന് ചിരി എങ്ങനെ നടക്കും? പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തോ വേണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എന്റെ കർത്താവിന് കഴിയും. നമുക്കങ്ങനെ ആകെപ്പാടായ പ്രശ്നമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒലിപ്പുറത്തൊരു കളർ വ്യത്യാസം വന്നാൽ മതി, പിന്നെ കയറി പറഞ്ഞേ തോണ്ടി 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 നോക്കി. ഇത് ഈ കളർ വന്നിട്ടുള്ള പലർക്കും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞു 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 ഇതിനെ നമ്മളങ്ങ് വലുതാക്കും. വിശാൽ വന്ന് കയറി അങ്ങ് ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങോട്ട് കൈ വെച്ചിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു പോയി. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമയം മുന്നിലില്ലാത്തതുകൊണ്ട്. സ്തോത്രം. രാത്രി മുഴുവനും ഒന്ന് സ്തോത്രം പറഞ്ഞു. എന്നോട് മുട്ടിന് വേദനയുള്ളവർ കൈ നോക്കി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. ഞാൻ സത്യമാണ് പറയുന്നത്, സത്യമായി ഞാൻ പറയുന്നത്. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ മുട്ടയിൽ നിന്ന് കൈയുയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സപ്പോർട്ട് പോലെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കിടക്കയ്ക്ക് താഴെയാണ്. ഞാൻ തമാശയായിട്ടല്ല പറയുന്നത്. സ്തോത്രം. പമ്പ കടക്കും മുട്ടിന് വേദന. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസമാ വർത്തമാനം പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ ആന്റിയൊക്കെ വന്നപ്പോൾ കാറിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, മോൻ സ്നാനപ്പെട്ടോ? ഞാൻ സ്നാനപ്പെടത്തില്ല. സ്തോത്രം. അവൾക്ക് എന്നോട് പിണക്കമൊന്നുമില്ല. അവൾ എന്നോട് നാട്ടിൽ വരാനിരിക്കുക, അതുകൊണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി ആന്റിയുടെ അങ്കിളുടെ ഒക്കെ വീട്ടിൽ നീ എൻ്റെ കൂടെ കാണും. ഞാനിവിടെ നിൽക്കത്തില്ല. സ്തോത്രം. ദൈവാത്മാവളോട് അങ്ങോട്ട് ഇടപെട്ടപ്പോൾ അവൾ ഇന്നലെ രാത്രി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. അവൾ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം ദൈവമക്കളെ, സ്തോത്രം. അല്ലെ, വചനത്തിന് ശക്തിയുണ്ട്. സ്തോത്രം. വചനത്തിന് എന്തുകൊണ്ട്? ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ വന്നപ്പോൾ വേദനിച്ച ഒരു വിഷയമായിരുന്നു, ഇന്നും വേദനിക്കുന്ന ഒരു വിഷയം. ഈ വചനത്തോട് കാണിക്കുന്ന ഭയങ്കര വേദന. നിങ്ങൾ മുസ്ലിം സഹോദരങ്ങളെ കണ്ടിട്ടുണ്ടോ? അവരുടെ തലയ്ക്ക് മീതെ അവരുടെ ഗ്രന്ഥം വെക്കത്തു. സ്തോത്രം വരത്തില്ല. ഞാൻ ഈ കൺവെൻഷൻ കേരളത്തിലെല്ലാം നിങ്ങൾക്കറിയാം, AG ചോദിച്ചാലും IPC ചോദിച്ചാലും ശാരോണി ചോദിച്ചാലും TD ചോദിച്ചാലും അറിയാം, എല്ലായിടത്തും കൺവെൻഷൻ പ്രസംഗിതരാണ്. ചിലപ്പോൾ ഈ കൺവെൻഷനിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ പറയും, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ അവിടെ പോയിരുന്ന് സന്തോഷത്തോടെ അത് കേട്ട് ആരാധിച്ച് തിരിച്ച് കൺവെൻഷൻ ചെയ്തിട്ട് കയറി വരുമ്പോൾ കാണാം ഓരോ അമ്മാമ്മമാർ കസേര കയറി. ഇപ്പം പിന്നെ ആരും താഴെ ഇരുന്ന് ചെയ്തില്ല. ജൂലിയൻ്റെ കാര്യം എന്നാലും താഴെ ഇരിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. താഴെ ബൈബിള് കൊണ്ടുവച്ചിട്ട് ഉള്ള അമ്മാമ്മമാരെല്ലാം കൂടെ ബൈബിൾ പിടിക്കുക കാൽക്കൽ, എന്നിട്ട് കാല് വാട്ടിക്കൊണ്ട്. എന്ത് ദോഷമൊന്നറിയത്? വചനം ദൈവമാണ്. ഭയം വേണം, ഭക്തി വേണം. ഭയവും ഭക്തിയും നിമിത്തമാണ് കർത്താവിന് ഉത്തരം ലഭിച്ചത്. ആണോ? പറഞ്ഞേ. ഇബ്രാഹിം 5:7 ശ്രദ്ധിക്കണം. സ്തോത്രം. ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ അവരുടെ മതഗ്രന്ഥം അവർക്ക് മേലിരിക്കും, കാരണം ഇത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ അവരവരുടെ ഗ്രന്ഥത്തെ അങ്ങനെ കാണിക്കുന്ന ജീവിക്കുന്ന വചനം, ജീവന്റെ ദാതാവായ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പോൾ, സ്തോത്രം, ഇതിനെ കാക്കാൻ നാം തയ്യാറാകണം. ഭയത്തോടെ വേണം കേട്ടോ. സ്തോത്രം. ഭയവും ഭക്തിയും ഉണ്ടേ കൃപയിൽ നിന്നുകൊണ്ട് ശക്തിപ്പെടാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഭയമില്ലായിരുന്നു. ആർക്ക് ഭയമില്ലായിരുന്നു? മറിയയ്ക്ക് കൂട്ടർക്കും എന്തില്ലായിരുന്നു? ഒരു പേടിയില്ല. അവരിപ്പോ ഇരുട്ടുള്ളപ്പോ പോവാ. സ്തോത്രം. കുറ്റാക്കുറ്റിരുട്ട്. സ്തോത്രം. ഹല്ലേലൂയ. റോമൻ പടയാളികളുണ്ട്. സ്തോത്രം. എതിരാളികളുണ്ട്. സ്തോത്രം. കൂടെ നടന്ന ശിഷ്യന്മാര് പോലും 4 ചുവരിനകത്ത് വാതിലടച്ച് പൂട്ടിയിട്ടിരിക്കുമ്പോൾ, സ്തോത്ര സഹോദരിമാർ എന്താ ചെയ്തത്? തികഞ്ഞ സ്നേഹമകത്ത് വന്നപ്പോൾ മഗ്ദലക്കാരത്തി മറിയക്കറിയാം, ഇന്നലെ വരെ ഞാൻ ആരായിരുന്നു? പൈശാചിക ശക്തികളാൽ ബന്ധിക്കപ്പെട്ടവളായിരുന്നു. പാപമംഗലമായ ജീവിതം നയിച്ചവളാം. ആർക്കും വേണ്ടാത്തവളാം. എല്ലാവരും വിരച്ചൂണ്ടി വിധി എഴുതിയവളാം.
പക്ഷെ എന്നെ വിടുവിച്ച എന്റെ ദൈവം, സ്തോത്രം, എനിക്ക് ആ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങുന്നതിൽ പേടിയില്ലെന്ന്. ഇന്ന് പകൽക്കാലം വീട്ടുകാരെ പേടിച്ചോ, നാട്ടുകാരെ പേടിച്ചോ, സംഘടനകളെ പേടിച്ചോ, അല്ലെ നീ ഇരിക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്ന മഞ്ഞ ശ്രോതാവേ, പലരെ പേടിച്ചു നിന്റെ നിത്യത നീ നഷ്ടപ്പെടുത്തരുത്. സംഘടനകളെ പേടിച്ച്, പ്രമാണിമാരെ പേടിച്ച്, നേതാക്കന്മാരെ പേടിച്ച്, കുടുംബത്തെ പേടിച്ച് നീ ഒരിക്കലും നിത്യത നഷ്ടപ്പെടുത്തരുത്. ഞങ്ങളൊക്കെ സ്വന്തം രക്തത്തെ കണ്ടിട്ട് 28 വർഷമായി. സ്തോത്രം. എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ട്. ഞാൻ എന്റെ അമ്മയോടെ പട്ടിണി കിടന്ന് തീവ്ര പരിശോധനയിൽ പോയപ്പോ ചോദിച്ചു, അമ്മേ തിരിച്ചു കൊണ്ടുവിടട്ടെ. അമ്മ പറഞ്ഞു, മോനെ, മണ്ണെ പ്രതി ഈ മാണിക്യം ഞാൻ കൈവിടത്തില്ല. സ്തോത്രം. ഇന്ന് ഞങ്ങൾ അവരുടെ വശമല്ല. പറഞ്ഞേ, ഇന്ന് വിളിക്കും, മോനെ പ്രാർത്ഥിക്കണേ, സ്തോത്രം, പ്രാർത്ഥിക്കണേ എന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും പറയത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം മുഖാന്തരം ഒരുക്കിയെങ്കിൽ ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ, ജീവിക്കുന്ന ദൈവമാ, മരണത്തിൽ ജയിച്ച ദൈവമാ. യോഖേബേദിന് പേടിയില്ല, ഫറവോനെ പേടിയില്ല, മിസ്രൈമിനെ പേടിയില്ല. അവിടെ നിന്നുകൊണ്ട് ഈ തലമുറകളെ ഇതിനു വേണ്ടി ഒരുക്കി. രാത്രി വിളിച്ചു പറയാം, സ്തോത്രം, ഹല്ലേലൂയ. മറിയ്ക്ക് കൊടുക്ക് പേടിയില്ല. ഇരുട്ടിനെ കീറി മുറിച്ച് പടയാളികളെ പേടിക്കാതെ, വാളിനെ പേടിക്കാതെ കല്ലറവാതിക്കലേക്ക് ചെല്ലുകയാണ്. ഒത്തിരി സന്തോഷം ചെന്നു. സ്തോത്രം. അവിടെ ചെന്നപ്പോ കല്ല്, അപ്പൊ വന്ന പോക്കിൽ ഒത്തിരി ചോദിച്ചു, ആര് കല്ലുരുട്ടി മാറ്റുമെന്നൊക്കെ. ഞാൻ വേഗത്തിലൊക്കെ പറഞ്ഞു വിടാം. സ്തോത്രം, ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി വന്ന് എന്ത് ചെയ്തു? പറഞ്ഞേ, കല്ലുരുട്ടി മാറ്റി. ഒടുവിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇവർ അങ്ങോട്ട് ചെന്നു, ഹല്ലേലൂയ, കല്ലറവാതിക്കലോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. സന്തോഷത്തോടെ ഓടി വന്ന് വാതിൽ അടച്ചു വെച്ചിരിക്കുന്ന ശിഷ്യന്മാരെ അടുക്കൽ വന്ന് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. കല്ലറവാതിൽ തുറന്നു കിടക്കുന്നു. യേശു അവിടെ ഇല്ല. പത്രോസ് ഒറ്റ ഓട്ടം ഓടി, യോഹന്നാൻ ഒറ്റ ഓട്ടം ഓടി. രണ്ടുപേരും ഓടി വന്ന് യോഹന്നാന്റെ സുവിശേഷം 20 പറയുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 20:3 മുതൽ മറ്റേ ശിഷ്യൻ, അതായത് യോഹന്നാനും പത്രോസും കൂടെ ഓടി വന്നു. യോഹന്നാൻ വന്ന് നിന്നിട്ട് ഈ കല്ലറവാതിക്കലോട്ടൊന്ന് കുനിഞ്ഞൊന്ന് നോക്കിയപ്പോഴെന്തു കണ്ടു? എന്തോ കണ്ടു? ആ ശീലകൾ കണ്ടു. സ്തോത്രം. പത്രോസ് നേരെ ഓടി വന്നിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് നിന്നില്ല, കല്ലറയ്ക്കകത്തോട്ട് ഇറങ്ങി. എന്തോ കണ്ടു? ശീലകളോടുകൂടെ റൂമാലും പൊതിഞ്ഞു വീട്ടിരിക്കുന്നത് കണ്ടു. രണ്ടുപേരും എവിടോട്ട് പോയി? തിരിച്ചു വീട്ടിലേക്ക് പോയി. സ്തോത്രം. അവിടെ വേദനിക്കുന്ന ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, അവൻ മരിച്ചവരിൽ 9-ാം വാക്യം, ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള തിരുവെഴുത്തവൻ ഇന്നു വരെ അറിഞ്ഞിട്ടില്ലെന്ന്. അനേക സന്ദർഭങ്ങളിൽ കൂടെ ഇരിക്കുമ്പോൾ 3.5 വർഷക്കാലം പറഞ്ഞു കൊടുത്തതാ, എന്നാൽ അത് അറിഞ്ഞില്ലെന്ന്. സ്തോത്രം. അവര് വീട്ടിലേക്ക് പോകുമ്പോൾ മറിയ എന്ത് ചെയ്തു? കല്ലറവാതിക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത്, കല്ലറയ്ക്കകത്തോട്ട് കുനിഞ്ഞു നോക്കിയവൻ ശീല കണ്ടു, ഇറങ്ങി നോക്കിയ റൂമാല് കണ്ടു, കരഞ്ഞു നോക്കിയവൻ കർത്താവിനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരഞ്ഞു നോക്കിയവൻ കർത്താവിനെ കണ്ടു, ഇറങ്ങി നോക്കിയവൻ കാണാത്ത ദൂതനെ കരഞ്ഞു നോക്കിയവൻ കണ്ടു. അവൾക്കൊരു കാര്യം ഉറപ്പ, ശീല കണ്ടു പോകാൻ വന്നതല്ല, റൂമാല് കണ്ടു പോകാൻ വന്നതല്ല, തലക്കലും കാക്കലും വെള്ളവസ്ത്രധാരികളായിരിക്കുന്ന ദൂതനെ കണ്ടുപോകാൻ വന്നതല്ല, കർത്താവിനെ കൊണ്ടുപോകാനാ വന്നത്. യേശുവില്ലാത്തൊരു യാത്ര എനിക്ക് വേണ്ടാമേ, യേശുവിനെ കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എന്നെ ജീവിപ്പിച്ച എന്റെ കർത്താവില്ലാത്തൊരു യാത്ര എനിക്ക് വേണ്ടാമേ. ഹല്ലേലൂയ. കരഞ്ഞു നോക്കിയവർ കർത്താവിനെ കണ്ടു. ഹല്ലേലൂയ. അവ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ, പുറകിൽ ഒരാള്. അതിരാവിലെ ഇരുട്ടുള്ള സമയമായതുകൊണ്ട് ആളിനെ തിരിച്ചറിയാതെ തോട്ടക്കാരൻ നിരൂപിച്ചിട്ട്, അവൾ യജമാനനെ നീ അവനെ എവിടെ എടുത്തുകൊണ്ട് പോയി? സ്തോത്രം. പറഞ്ഞതാ, ഞാൻ എടുത്തുകൊണ്ട് പോക്കോളാം. ആ സ്നേഹത്തിന്റെ ആഴം കേട്ടപ്പോൾ യേശു പറയുകയാണ്, മറിയേ. പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. റബ്ബുനി, ഗുരുവേ. സ്തോത്രം. ഹല്ലേലൂയ. ഭയത്തെ പുറത്താക്കിക്കൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട്, സ്തോത്രം, വാളിനെ പേടിക്കാതെ, പടയാളികളെ പേടിക്കാതെ മുന്നോട്ടിറങ്ങി തിരിച്ച സഹോദരിമാരെ സുവിശേഷത്തിന് ദൗത്യ സ്വർഗം ഏൽപ്പിച്ചു എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ ദൈവിക ദൗത്യത്തിന് വേണ്ടി ദൈവചലത്തെ ഏൽപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യോഖേബേദ് തന്റെ കുഞ്ഞുങ്ങളെ അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്.
അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം. ഹല്ലേലൂയ. വാക്കുകൾക്ക് വിരാമം കുറിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചീങ്കണ്ണി നിറഞ്ഞ നൈൽ നദിക്കകത്ത് സ്തോത്രം മോശയെ എടുത്തുകൊണ്ടിടാൻ അവക്കൊരു പേടിയും തോന്നിയില്ല. സ്തോത്രം. അവക്കൊരു കാര്യം ഉറപ്പാണ്. ഹല്ലേലൂയ. ഞാൻ വളർത്തിയത്, ഞാൻ പറഞ്ഞു കൊടുത്തത്, ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ നേടിയതൊന്നും വെറുതെ ആകത്തില്ലെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടെടുപ്പിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവമല്ലേ, ഹല്ലേലൂയ. അല്ലെ 3 തലമുറകളെ ലഭിച്ച 3നെയും ദൈവകൃപയ്ക്കകത്ത് വളർത്തിയെടുക്കുവാൻ ഒരു യോഗ്യവേദന കഴിഞ്ഞെങ്കിൽ ഊസ്റ്റൻ പട്ടണത്തിനകത്ത് ദൈവം നിങ്ങൾക്ക് ദാനമായി തന്ന ഉദരഫലങ്ങളെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുത്താൻ എത്ര ശത്രുക്കൾ പുറകെ വന്നാലും ഏതെല്ലാം പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? സ്തോത്രം. എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും സ്തോത്രം. ഹല്ലേലൂയ. ആര് തടഞ്ഞാലും നിന്റെ വഴിയെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എല്ലാവരും ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. ജീസസ് എനിക്ക് ദാനം തന്ന തലമുറ. ഹല്ലേലൂയ. മിസ്രൈം എന്ന ഇരുമ്പുലിയുടെ നടുവിൽ നിന്ന് യോഖേബേലേ, നിനക്ക് ആ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്തോത്രം, അതിരൂക്ഷമായ ഫറവോന കൽപ്പനയുടെ നടുവിൽ സ്തോത്രം, ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ അധികാരമുള്ള ഒരുവനെ വാർത്തെടുക്കാൻ നിനക്ക് കഴിയും. യെസ്, ഇസ്രായേലിന്റെ പുരോഹിതനാക്കി മാറ്റുവാൻ ഒരു അഹരോനെ വാർത്തെടുക്കാൻ നിനക്ക് കഴിയും. ഒരു മധുര ഗായികയും ഗാനരചയിതവുമായ ഒരു മിരിയാമിനെ വാർത്തെടുക്കാൻ നിനക്ക് കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ലഭിച്ച തലമുറകളെ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി പാടുവാൻ, ആത്മാക്കളെ പുറത്തു കൊണ്ടുവരുവാൻ, ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ഒരു യോഗ്യവേദിയിലൂടെ അത് സംഭവിച്ചെങ്കിൽ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, ആ തലമുറയുടെ മുമ്പിൽ ഒന്നും തടസ്സമായി നിന്നില്ല. ഇന്ന് രാത്രി വിളിച്ചു പറ, നിന്റെ തലമുറയുടെ മുമ്പിൽ ഒന്നും ഒരു തടസ്സമായി നിൽക്കത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? യെസ്. ഹല്ലേലൂയ. ഈ നിർവ്യാജ വിശ്വാസം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാം. യെസ്. ഹല്ലേലൂയ. പൗലോസ് തിമോഥെയോസിനോട് ഈ നിർവ്യാജ വിശ്വാസം ആദ്യം നിന്റെ വലിയ മലോവീസിലും അമ്മയും ഒരിക്കലും കണ്ടത് ഇപ്പൊ നിന്നിലും കാണുന്നു. അങ്ങനെയെങ്കിൽ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ദൈവിക ദൗത്യവും വിശ്വാസവും പകർന്നു കൊടുക്കാൻ ഹൂസ്റ്റൺ പട്ടണത്തിലെ അമ്മമാരെ, സ്തോത്രം, അമ്മച്ചിമാരെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ തലമുറകൾക്ക് കോട്ടയാകുക. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു സങ്കേതമാകുക. നിങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ജയമാകുക. അവരെ നോക്കി ഫറവോൻ പറഞ്ഞില്ലടാ, നീ മുന്നോട്ട് പോകത്തില്ല. പിൻപറ്റി വന്ന ഫറവോൻ വിളിച്ചു പറഞ്ഞില്ല, ഇവിടം കൊണ്ട് നീ അവസാനിച്ചു. നിന്റെ മുമ്പിൽ ചെങ്കടലല്ലേ, ചെങ്കടലല്ലേ, അല്ല ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ. തമ്പുരാൻ അവനെ നോക്കി വിളിച്ചു പറഞ്ഞില്ല, ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ, അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാ. ശത്രു വിളിച്ചു പറഞ്ഞില്ല, മുമ്പിൽ ചെങ്കടലല്ലേ, ആരാധിക്കാൻ ഇറങ്ങിയതല്ലേ, കുടുംബത്തോട് ഇറങ്ങിയതല്ലേ, സഹോദരിമാരെ മക്കളെ കൂട്ടാളിയൊക്കെ കൊണ്ട് ഇറങ്ങിയതല്ലേ, ഇനിയും നിന്റെ മുമ്പിൽ ഒരു വഴിയില്ല, ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ. തമ്പുരാൻ പറഞ്ഞു ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ, അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാ. ശത്രു പറഞ്ഞു ഇത് നിന്റെ ഒടുക്കമാ. തമ്പുരാൻ പറഞ്ഞു ഫറവോനെ നിന്റെ ഒടുക്കമാ, അവന്റെ തുടക്കമായത്. ഇറങ്ങി തിരിച്ചവന്റെ മുമ്പിൽ ഒരു ചെങ്കടലും തടസ്സമായി നിൽക്കാൻ ഞാൻ അനുവദിക്കാതെ, ആരും നടക്കാത്ത വഴി, ആരും കണ്ടിട്ടില്ലാത്ത പാത എന്റെ ദൈവത്തിന് വേണ്ടി തുറക്കുമെന്ന് ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും ഒരു നിമിഷം ആരാധിച്ച് തലമുറകളുടെ മുമ്പേ വെളിപ്പെടേണ്ട ദൈവിക വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി, വഴികൾക്ക് തടസ്സമായി ശത്രു വെല്ലുവിളിച്ചു നിൽക്കുമ്പോ സ്വർഗ്ഗം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആരും കാണാത്ത വഴി തുറന്നു കൊടുക്കുവാൻ എന്റെ ദൈവ സർവശക്തിയുള്ള ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു പുരോഹിതനായ അഹരോനെ, ജനത്തെ നയിക്കാൻ നായകനായ ഒരു മോശയെ, മധുര ഗായികയും മിരിയാമിനെയും വാർത്തെടുക്കുവാൻ കഠിനമായ ഫറവോന്റെ കൽപ്പനയുടെ നടുവിൽ ഒരു യോഗ്യവേദന കഴിഞ്ഞെങ്കിൽ അവളിതാ സ്തോത്രം വിശ്വാസ വീരന്മാരുടെ പട്ടികയ്ക്കകത്ത് കയറി. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് മക്കള് മാത്രമല്ല, മധ്യസ്ഥ അണച്ച
അമ്മയും കയറിയെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, നിന്റെ തലമുറകളോടൊപ്പം. യെസ്, ഇന്ന് പകൽ വിളിച്ചു പറയാം, എന്നോടൊപ്പം എന്റെ തലമുറകളും ഉണ്ടാവും. വിശ്വസിച്ചോ? വിശ്വസിച്ചോ? ഞാനും നിങ്ങൾ ചുമന്ന ഈ പുസ്തകം നമ്മുടെ തലമുറകൾ ചുമക്കും. ആമേൻ പറ, ആമേൻ പറ. അഹരോൻ ഇത് ചുമക്കും, മിരിയാം ഇത് ചുമക്കും, മോശ ഇത് ചുമക്കും. സ്തോത്രം. വിളിച്ചു പറ, എന്റെ തലമുറ ഇത് ചുമക്കുമെന്ന്. എന്റെ തലമുറ ഇത് ചുമക്കും. അവൻ മദ്യപാനായി മാറത്തില്ല, ഹല്ലേലൂയ, ടെക്സിന് അടിമയായി മാറത്തില്ല, ലോകത്തിന്റെ മോഹവലയത്തിൽ അകപ്പെടത്തില്ല. എന്റെ തലമുറകൾ ദൈവരാജ്യത്തിന് മഹത്വമായി മാറും. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു, ഒറ്റ സെക്കൻഡോട് ഒരു നിമിഷം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഒരു യോഗ്യവേദനെ പോലെ അല്ലെങ്കിൽ ഫറവോൻ ഭയപ്പെട്ടിരിക്കുക. ഇസ്രായേലും പെരുകുന്നു, ഇസ്രായേലും പെരുകുന്നു. ദൈവമക്കൾ പട്ടണത്തിൽ പെരുകുന്നു, ദൈവമക്കൾ പട്ടണത്തിൽ പെരുകുന്നു. പ്രാർത്ഥിക്കുന്നവർ പെരുകുന്നു, ഉപവസിക്കുന്നവർ പെരുകുന്നു, ആരാധിക്കുന്നവർ പെരുകുന്നു. ഹിന്ദു വന്നില്ല, മുസ്ലിം വന്നില്ല, ക്രിസ്ത്യാനി വന്നില്ല, ദൈവജന രാജ്യങ്ങളിൽ പെരുകുന്നു. കൂട്ട സ്നാനങ്ങൾ നടക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, കൂട്ടത്തോടെ സ്നാനങ്ങൾ നടക്കുന്നു, കൂട്ടത്തോടെ ജനം രക്ഷിക്കപ്പെടുന്നു, അനേക അഭിഷേകത്തിന് തീയോ നിറയുന്നു. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവേ, ഈ നിന്റെ നടുവിൽ ചെലവിനെ ദൈവത്തിന് വേണ്ടി വാർത്തെടുക്കുവാൻ എന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയട്ടെ. പ്രാർത്ഥിച്ചോണം, ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ തലമുറകളും ദൈവരാജ്യത്തിന് വേണ്ടി, എന്റെ മക്കൾ ദൈവരാജ്യത്തിന് മഹത്വമായി മാറണം. അവരെ പെട്ടകം ചുമക്കുന്നവരായി മാറണം, തീയുടെ ബലത്തെ കെടുത്തുന്നവരായി മാറണം, സിംഹത്തിന്റെ വായ അടയ്ക്കുന്നവരായി മാറണം, 7 സഭകൾക്കുള്ള ദൂതനെന്നവരായി മാറണം. അല്ലെ അടുത്ത ജനറേഷൻ കൈമാറ്റേണ്ട വെളിപ്പാട് പ്രാപിച്ചവരായി ഞങ്ങളുടെ തലമുറ തീരട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇന്നു മുതൽ അധികാരത്തോടെ പ്രാർത്ഥിച്ചോണം. ക്ഷീണിക്കരുത്, വിശ്വാസത്തിൽ മടുക്കരുത്, അല്ലെ പ്രാർത്ഥനയിൽ മടുക്കരുത്. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ വീടുകൾ മർക്കോസിന്റെ മാളിക മുറിയായി മാറണം, ആത്മാവിന്റെ തീയോടെ ഇറങ്ങണം. ദിവസങ്ങളിൽ നമ്മുടെ തലമുറകളെ, സ്തോത്രം, നമ്മുടെ സഭയെ അതിനുവേണ്ടി ഒരുക്കുവാൻ ദൈവമാകുന്ന കർത്താവ് നമ്മളെ സഹായിക്കേണ്ടത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി എൻ്റെ സഹോദരിമാരെ എല്ലാം ആഹ്വാനം ചെയ്യണം. എനിക്ക് ഭയങ്കര ആഗ്രഹം, ഒരു പാട്ട് പാടി എല്ലാവരും കൂടെ ഒന്നിച്ച് ഇവിടെ വന്ന് ആരാധിക്കണം. ഭയങ്കര ആഗ്രഹം. ഞാനിവിടെ ജോലിയായിട്ട് ലീഡ് ചെയ്തപ്പോഴേ ഓർത്ത്, കർത്താവേ, ഒടുവിൽ എല്ലാവരും കൂടെ വന്ന്, ദൈവമക്കൾ നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും ഇതേ ഉള്ളൂ, എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ആരാധിക്കണമെന്ന്. സമയം എനിക്ക് തന്ന സമയം തീർന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സമയം അനുവദിക്കുകയും ക്ഷണിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ച് മുഴുവൻ മഹത്വം കർത്താവിനെ അർപ്പിച്ചു.